ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചിയുടെ കാറിൽ കയറുന്ന പെണ്ണിൻ്റെ കഥ കേൾക്കുമ്പോഴേക്കും സച്ചിയുടെ ഇപ്പോൾ നടക്കുന്ന ജീവിതത്തിലെ സംഭവമായിട്ട് സാമ്യം തോന്നുവാണ്. ആ കുട്ടി കരയുവാണ്. കാരണം അതിൻ്റെ ചേട്ടൻ ഹോസ്പിറ്റലിലായിട്ട് പോലും ഭർത്താവ് കാണാൻ വിടുന്നില്ലേ. അവർ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം മറക്കണം എന്നാണോ? ഇനി അഥവാ അവരെ കാണാൻ പോയാൽ തന്നെ ഭർത്താവ് സ്വയം ഒരു പേര് ചാർത്തി തരും, ഭർത്താവിനെ അനുസരിക്കാത്ത പെണ്ണെന്ന്. എന്തൊരു കഷ്ടമായ പെണ്ണുങ്ങളുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി കരയുവാണേ. സച്ചി ആ സ്ത്രീയെ ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് സച്ചിയോട്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയും, നിങ്ങളുടെ ഭാര്യ ഭാഗ്യം ചെയ്ത പെണ്ണ, കാരണം മറ്റൊരാളുടെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഭാര്യ ശരിക്കും ഭാഗ്യം ചെയ്തവളാ, എല്ലാവർക്കും ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കരയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തെയും വീട്ടുകാരെയും ഉപേക്ഷിച്ച് ഞങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കും. എന്നാൽ ഭർത്താവോ ജീവിത അവസാനം വരെ സ്വന്തം വീട്ടുകാരുടെ കൂടെ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഭാര്യയുടെ വിഷമമോ സങ്കടങ്ങളോ ബുദ്ധിമുട്ടോ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഭർത്താവ് ചെയ്യുന്ന തെറ്റുകൾ പോലും ഭാര്യയുടെ തലയിലാണ് എല്ലാവരും കെട്ടിവെക്കാറ്. ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എന്താ സ്വപ്നം കാണാനും ആഗ്രഹങ്ങൾ സഫലീകരിക്കാനോ ഒന്നും പാടില്ല എന്നൊക്കെ ചോദിച്ച് കരയുമ്പോഴേക്കും സച്ചി സമാധാനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. അവരെ ഹോസ്പിറ്റലിലോട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് സച്ചി ടാക്സി സ്റ്റാൻഡിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്. അപ്പോൾ മഹേഷ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താടാ സച്ചി, നീ ഇപ്പോഴും ആ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇല്ലടാ, ഇന്ന് എൻ്റെ ടാക്സിയിൽ ഒരു പെണ്ണ് കയറിയായിരുന്നു, അവരുടെ കഥ കേട്ടപ്പോഴേക്കും ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്ത് കഥ? അല്ല, ആ പെണ്ണിൻ്റെ ചേട്ടൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്, പക്ഷെ അവളുടെ ഭർത്താവ് കാണാൻ വേണ്ടിയൊന്നും വിടുന്നില്ല. ഭർത്താവിൻ്റെയും സ്വന്തം വീട്ടുകാരുടെയും ഇടയിൽ കിടന്ന് അവൾ ബുദ്ധിമുട്ടുക. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ ഉപേക്ഷിക്കണോ എന്നാണ് അവർ ചോദിക്കുന്നതെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, അപ്പോൾ നിനക്ക് നിന്റെ സ്വന്തം കാര്യം ഓർമ്മ വന്നല്ലേ, കുറ്റബോധം തോന്നി തുടങ്ങിയല്ലേ സച്ചി എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കുറ്റബോധം, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ആരും മനസ്സിലാക്കുന്നില്ലല്ലോടാന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, എടാ, രേവതിക്ക് എത്രയൊക്കെ ആയാലും അത് സ്വന്തം അനിയനല്ലേ, അവരെ മറക്കാൻ പറ്റുമോ? അവരെ വിഷമിപ്പിച്ചിട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോടാ? ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ വഴക്കുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിങ്ങനെ മിണ്ടാതിരുന്ന് ദേഷ്യം കാണിച്ചൊന്നും തീർക്കരുത്. നമുക്ക് എന്തെങ്കിലും ആയാൽ നമുക്ക് വേണ്ടി കരയാനും നമ്മളുടെ കൂടെ നിൽക്കാനും അവരെ ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ പറയുവാണ് സച്ചിനോട് മഹേഷ്. നീ ഇപ്പം തന്നെ രേവതിനോടുള്ള വഴക്കും ദേഷ്യമൊക്കെ അവസാനിപ്പിച്ച് പോയി മിണ്ട് സച്ചി എന്ന് പറയുമ്പോഴേക്കും സച്ചി വീണ്ടും പറയുവാണ്, എന്നാലും അവൾ ഞാൻ പറയുന്നത് കേൾക്കാതെ പോയില്ലേടാന്ന് പറയുമ്പോഴേക്കും മഹേഷിന് ദേഷ്യം വരുവേ. നീ ഇപ്പോഴും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണോ സച്ചി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രേവതിയുടെ അനിയൻ ശരിയല്ല, നീ അവനോട് മിണ്ടണ്ടെന്നൊക്കെയാണ് നീ രേവതിയോട് പറയുന്നത്. ഇപ്പോൾ നിന്റെ വീട്ടിൽ നിന്റെ ചേട്ടൻ ശരിയല്ല, നിന്റെ ചേട്ടനായിട്ടാണല്ലോ രേവതിയുടെ ആദ്യം നിശ്ചയമൊക്കെ കഴിഞ്ഞത്, പക്ഷെ കല്യാണത്തിൻ്റെ അന്ന് ഓടിപ്പോയി. അത് അവരുടെ കുടുംബത്തെ എന്തോരം ബാധിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞും നിന്റെ ചേട്ടൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് രേവതി പറയുവാണ്, ഇനി മുതൽ സച്ചിയേട്ടൻ ചേട്ടനോട് മിണ്ടാൻ പാടില്ലെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് അനുസരിക്കുമോ? അല്ല, അങ്ങനെ എപ്പോഴെങ്കിലും രേവതി നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ പണം എടുത്തുകൊണ്ട് നിന്റെ ചേട്ടൻ ഓടിപ്പോയി, ആ പണം എടുത്തുകൊണ്ട് ഓടിപ്പോയതിൻ്റെ പേരിൽ ഒരുപാട് നാണക്കേട് നിനക്കുണ്ടായി. അതൊന്നും മനസ്സിൽ വെക്കാതെ നീ സുധിയുടെ കല്യാണത്തിനൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. കല്യാണത്തിന് പോകണ്ട, സച്ചിയേട്ടൻ അതിലൊന്നും പങ്കെടുക്കണ്ട എന്നൊക്കെ നിന്റെ ഭാര്യ പറഞ്ഞു. ഇല്ലല്ലോ, അതുപോലെ തന്നെ സുധിക്ക് കട കണ്ടുപിടിച്ചു കൊടുത്തത് നീയാ, അതൊന്നും ചെയ്തു കൊടുക്കണ്ടെന്ന് ഇതുവരെ രേവതി പറഞ്ഞിട്ടില്ലല്ലോ നിന്നോട്. ഇപ്പോൾ ലാസ്റ്റ് രേവതിയുടെ സ്വർണം നിന്റെ ചേട്ടൻ അടിച്ചുകൊണ്ടും പോയി, അതും മനസ്സിൽ വെച്ചിട്ട് അവൾ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ചേട്ടനോട് മിണ്ടണ്ടാന്ന്? അതൊക്കെ പോട്ടെ, നിന്റെ അമ്മ രേവതി എന്തോരാ വീട്ടിലിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും രേവതി നിന്നോട് അതേപ്പറ്റി പരാതി പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിന്റെ അമ്മയോട് മിണ്ടണ്ടാന്ന് നിന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടോ സച്ചി? ഇതെല്ലാം കേട്ടിട്ട് സച്ചി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ്. കാരണം മഹേഷ് പറയുന്നതൊക്കെ കാര്യമാണല്ലോ. ഇന്നേ വരെ രേവതി പരാതിയോ ആരോടും മിണ്ടരുതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. മഹേഷ് പിന്നെയും തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, നിന്റെ കുടുംബത്തിൻ്റെ നല്ലതിലും ചീത്തതിലും എല്ലാം അവൾ കൂടെ നിന്നിട്ടേ ഉള്ളൂ, പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ നീ എന്താടാ ഇങ്ങനെ? അനിയനോട് മിണ്ടാൻ പാടില്ല, ആ വീട്ടിലെ പരിപാടിക്ക് പോകാൻ പാടില്ല എന്നൊക്കെ കണ്ടീഷനൊക്കെ വെക്കുന്നു. എന്താ, ഭർത്താവ് പറയുന്നതൊക്കെ ഭാര്യമാരെ അതേപടി അനുസരിക്കണം എന്നാണോ നീ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ച് പറയുന്നുണ്ട്, എടാ മഹേഷ്, ഞാൻ അങ്ങനത്തെ ഒരാളായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനത്തെ ഒരാളല്ലടാ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, പിന്നെ എന്താടാ, നിന്റെ അച്ഛൻ സ്വന്തം മോളെ പോലെ ആ രേവതിയെ കാണുന്നത്, അവളെ പോലെ ഒരു ഭാര്യയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണോടാ എന്നൊക്കെ പറയുവാണേ.
പക്ഷേ സച്ചി വീണ്ടും അതന്നെ പറയുവാണ്. അവളെന്നാലും എൻ്റെ വാക്ക് കേൾക്കാതെ പോയല്ലോ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, നീ എന്താടാ സച്ചി വീണ്ടും ഇതന്നെ പറയുന്നേ? അവൾ പോവാതിരിക്കുന്നത് എങ്ങനെയാ? അവളുടെ അനിയനാ അത് ശരത്ത് എന്ന് പറയുന്നത്. ശരത്തിനും നിനക്കും ഇടയിലുള്ളത് വേറൊരു പ്രശ്നം. ആ പ്രശ്നം എന്താണെന്ന് രേവതിക്ക് അറിയാനും കൂടി പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെക്കാളും കൂടുതൽ അവനോട് ദേഷ്യപ്പെടാൻ പോകുന്നത് രേവതി ആയിരിക്കും. നീ ഇന്ന് ഈ കാണുന്ന സച്ചി ആയിരിക്കുന്നതിന് പിന്നിലൊക്കെ രേവതിയുടെ കയ്യാ. നിനക്ക് വേണ്ടി അവൾ ജീവിക്കുന്നത് തന്നെ. നിനക്കിന്ന് 2 കാറ്, മോളിൽ മുറി കെട്ടാനുള്ള പ്ലാൻ എല്ലാം പറഞ്ഞു തന്നത് രേവതിയല്ലേടാ. ആ രേവതിയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്തിനാന്നൊക്കെ മഹേഷ് വീണ്ടും വീണ്ടും ചോദിക്കുവാണേ. സച്ചി അവസാനം തൻ്റെ തെറ്റ് മനസ്സിലാക്കുവാണ്. മഹേഷിനോട് പറയുന്നുണ്ട്, നീ പറഞ്ഞതൊക്കെ ശരിയാടാ. ആ ഓട്ടക്കാരൻ എന്തോരം തെറ്റുകൾ ചെയ്തിരിക്കുന്നു. അതൊന്നും മനസ്സിൽ വെച്ചിട്ട് രേവതി ഇന്നേ വരെ അവനോട് മിണ്ടണ്ടെന്നോ അവന് വേണ്ടി നല്ലത് ചെയ്യരുതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മയുടെ കുത്തുവാക്കുകളും എല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് എന്നോടൊന്നും പരാതി പോലും അവൾ പറയാറില്ല. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഇപ്പൊ നിനക്കെല്ലാം മനസ്സിലായില്ലേ? ഇനി പോയി ആ രേവതിയോട് സംസാരിക്കും, മാപ്പ് പറയാന്നൊക്കെ പറഞ്ഞ് സച്ചിയെ വിടുവാണേ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രോദയമാണ്. അവിടെയാണെങ്കിൽ രേവതി സച്ചിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. രേവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ ചിക്കൻ കറി കഴിക്കുമ്പോഴേക്കും സച്ചേട്ടൻ്റെ എല്ലാ ദേഷ്യവും പോകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്രയും വർഷയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എവിടെ നിന്നാ ഈ നല്ല മണം? അടുക്കളയിൽ നിന്നാണല്ലോ. രേവതി ചേച്ചി ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. രേവതി ചേച്ചി എന്ന് പറഞ്ഞ് വർഷ ഓടിപ്പോകുന്നുണ്ട്. രേവതി ചേച്ചി, ഈ മണം കാരണം എൻ്റെ വയറൊക്കെ കിടന്ന് വിശന്ന് കരയുക. എനിക്ക് എളുപ്പം ഈ ചിക്കൻ കറിയും കൂട്ടി 2 ദോശ താന്നൊക്കെ വർഷ പറയുവാണേ. രേവതിക്ക് സന്തോഷമാവുന്നുണ്ട് വർഷ ഇങ്ങനെ തൻ്റെ കറീനെ പറ്റി നല്ല അഭിപ്രായം പറയുമ്പോൾ. ചന്ദ്രക്ക് ഇതൊന്നും പിടിക്കുന്നില്ല. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, രേവതി നീ ഇത്ര നേരം ഈ കറി വെച്ചോണ്ടിരിക്കുവായിരുന്നു, കഴിക്കാനൊന്നും ആയില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, ദോശയും കൂടി ഉണ്ടാക്കിയാൽ മതി അമ്മയെന്ന് പറയുമ്പോഴേക്കും, ഇതുവരെ ആയില്ലേ? ഇനി എപ്പോൾ ഉണ്ടാക്കാനാ? ഞങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കുന്നവരാ, അല്ലാതെ കിട്ടുന്ന നേരത്ത് കഴിക്കുന്നവരല്ല എന്നൊക്കെ പറയുവാണ്. വർഷയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. വർഷ ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇപ്പം ഇത് ആരെ പറ്റിയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, വർഷേ വേറെ ആരെ പറ്റി പറയാൻ, അതെന്നെ പറ്റിയാ പറയുന്നതെന്ന് പറയുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ആൻറ്റി ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യണം, അല്ലാതെ ഫാസ്റ്റ് ഫുഡ് പോലെ സ്പീഡിലാകുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഹെൽത്തിന് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയോട് ചൂടാവുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താ എപ്പോഴും ഈ രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ? വർഷ ഓരോന്നിനുള്ള മറുപടി അപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ഞാൻ അത് അപ്പം തന്നെ മുഖത്ത് നോക്കി ചോദിക്കുക തന്നെ ചെയ്യും. പക്ഷെ രേവതി ചേച്ചി തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. രേവതി ചേച്ചി നല്ലതിൻ്റെ ഭാഗത്താണ്, നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുവാണ് വർഷ. ചന്ദ്രക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര ചോദിക്കും, അപ്പം തെറ്റ് ചെയ്യുന്നതൊക്കെ ഞാനാണെന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, ആൻറ്റിയാണ് തെറ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ പഞ്ചസാര മധുരമുള്ളതാണെന്ന് പറഞ്ഞിട്ട് തേൻ മധുരമില്ലാത്തതായി പോകുമോ? ഇല്ലല്ലോ. അപ്പോഴേക്കും ചന്ദ്ര പറയും, നീ എന്താ വർഷ ഈ സീരിയലിൽ പറയുന്ന ഡയലോഗൊക്കെ ഇവിടെ വന്ന് പറയുന്നേ? സീരിയലിലാണെങ്കിലും അത് പോയിന്റ് അല്ലേ ആൻറ്റി, ഞാൻ പറയുക തന്നെ ചെയ്യുന്ന വർഷ പറയുവാണേ. പിന്നെ നമ്മുടെ ശ്രുതിയും കൂടി വരുവാണ്. ചിക്കൻ കറിയുടെ മണം പിടിച്ച് എല്ലാവരും ഓടി വരുവാണേ. ശ്രുതി വന്ന് പറയുന്നുണ്ട്, ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും ടയേർഡായിട്ട് വരുമായിരുന്നു. ഈ മണം കേട്ടപ്പോഴേക്കും എൻ്റെ എല്ലാ ക്ഷീണവും മാറി. അമ്മേ എന്താ മണം! അമ്മ ഉണ്ടാക്കിയ കറിക്ക് സാധാരണ മണം ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇത് അതിനെക്കാട്ടും നല്ല മണം. അമ്മയുടെ കറി വേറെ എടുത്തറിയാമെന്നൊക്കെ ശ്രുതി പറയുവാണേ. അപ്പോഴേക്കും വർഷ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കും, എന്തിനാ വർഷ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് എന്താ കോമഡി പറയുവാണോ? ഞാൻ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്നതിന് ശേഷം അടുക്കളയിൽ കയറി ആൻറ്റി ഒരു കറി ഉണ്ടാക്കുന്നത് പോലും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. രേവതി ചേച്ചിയാണ് ഇത്രയും നല്ല ചിക്കൻ കറി ഉണ്ടാക്കിയെന്നൊക്കെ വർഷ പറയുവാണേ. ശ്രീകാന്തും ജോലി കഴിഞ്ഞ് വന്നിട്ട് ഈ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്തിട്ട് പറയും, രേവതി ചേച്ചി ഞാനും ഹോട്ടലിൽ ചിക്കൻ കറിയൊക്കെ വെക്കാറുണ്ട്, പക്ഷെ ഇത്രയും ടേസ്റ്റുള്ള ചിക്കൻ കറി ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല. ഞാൻ വർഷയും കൂട്ടി പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ഇരിക്കുമായിരുന്നു. ഇനി ഏതായാലും അത് വേണ്ട, ഈ ചിക്കൻ കറി കൂട്ടി കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് പിടിക്കുന്നില്ലേ. എന്താടാ മതി, ആളാൾ വന്ന് ആ ചിക്കൻ കറിയെ പുകഴ്ത്തി പറയുക, പോയി കുളിച്ചിട്ട് വാടാന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ വിടുന്നുണ്ടേ. സച്ചി ഒഴിച്ച് ബാക്കി എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. എല്ലാവരും രേവതിയുടെ പാചകത്തെ കുക്കിങ്ങിനെ പുകഴ്ത്തുവാണ്. നല്ല അടിപൊളി ചിക്കൻ കറി എന്നൊക്കെ എല്ലാവരും പറയുമ്പോഴേക്കും ചന്ദ്രക്ക് പിടിക്കുന്നില്ല. ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ ഉപ്പ് കൂടുതലായി ഈ കറിക്കെന്ന് പറയുമ്പോഴേക്കും ബാക്കി എല്ലാവരും പറയും, ഉപ്പൊക്കെ കറക്റ്റ് ആണല്ലോ. വർഷ പറയും, ആൻറ്റിക്ക് BP ഉണ്ടെന്ന് തോന്നുന്നു, ആദ്യം നാളെ പോയി ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് BP ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, ഉണ്ട് മോളെ ഉണ്ട്, നീ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു എന്ന് പറയുവാണേ. അപ്പോഴേക്കും ചന്ദ്ര
ചന്ദ്ര പറയും ഹേ എനിക്ക് BP ഒന്നുമില്ല എന്ന് ചന്ദ്ര സമ്മതിച്ചു കൊടുക്കുന്നില്ലേ. അപ്പോൾ വർഷ ചോദിക്കും പിന്നെന്തിനാ ഉപ്പ് കൂടുതലുണ്ടെന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും വെറുതെ തിന്നുമ്പോൾ ഉപ്പ് കൂടുതൽ പോലെ തോന്നി, ദോശയുടെ കൂടെ തിന്നുമ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ആ വിഷയം മാറ്റുവാണേ. എന്നിട്ട് വീണ്ടും എല്ലാവരും രേവതിയുടെ കറിയെ പുകഴ്ത്തുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് കറിയുടെ കുഴപ്പമല്ല അത് ചിക്കൻ നല്ലതായതുകൊണ്ടാണ് കറി നന്നായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരും. രേവതി പറയും ചിക്കൻ നല്ലതാണെന്നോ, ചിക്കൻ നല്ലതാണെങ്കിൽ ചിക്കൻ ആരെങ്കിലും വെറുതെ തിന്നോ, ഇല്ലല്ലോ കറി വെച്ചാലല്ലേ കഴിക്കത്തുള്ളൂ എല്ലാവരും എന്ന് രേവതി ചോദിക്കുവാണ്. വീണ്ടും എല്ലാവരും രേവതിയുടെ പാചകത്തെ പുകഴ്ത്തുമ്പോഴേക്കും രേവതി പറയും മതി എല്ലാവരും ഭക്ഷണം കഴിക്കുക, എങ്ങോട്ട് എന്നെ പൊക്കിക്കൊണ്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ സച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. സച്ചി ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ. പുറത്തോട്ടൊക്കെ നോക്കുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കും എന്താ മോളെ സച്ചി വരാത്തെ, അവൻ ഇപ്പം ഈ സമയത്ത് എത്താറാണല്ലോ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും അറിയില്ലച്ച ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല എന്ന് പറയുവാണേ. അവൻ എപ്പോൾ വന്ന് കഴിക്കാനായത്, ഇത് ചൂടോടെ കഴിച്ചാലല്ലേ നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റത്തുള്ളൂ, എന്ത് ചെയ്യാനാന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്ക് മനസ്സിലിങ്ങനെ ഇതാവുവേ. കാരണം സച്ചിക്ക് ഈ കറി ചൂടോടെ കൊടുക്കാനല്ലേ ഇപ്പം കാണിച്ചരാന്ന് പറഞ്ഞിട്ട് ചന്ദ്ര എന്ത് ചെയ്യുന്നു വെച്ചാൽ രേവതി വെച്ച ചിക്കൻ കറി എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുവാണ്. ശ്രുതി നീ കഴിക്ക്, ശ്രുതി എല്ലാ കഷ്ണങ്ങളും കഴിച്ചോ, ശ്രുതി നീ എടുക്കുമെന്ന് പറഞ്ഞ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുവാണ്. എന്നിട്ട് ആ ചിക്കൻ കറി പാത്രത്തിലെ ഫുള്ളും കാലിയാക്കും. രേവതിക്ക് അത് കാണുമ്പോൾ സങ്കടമാവുന്നുണ്ടേ. ഒന്നും പറയാനും പറ്റില്ലല്ലോ, കഴിക്കണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും പാത്രം കാലിയാവുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചി കറി തീർന്നല്ലോ, നിങ്ങൾക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയും എങ്ങനെ മാറ്റി വെക്കാനാ, രേവതി ചേച്ചിക്ക് അങ്ങനെ മാറ്റി വെക്കുന്ന സ്വഭാവമൊന്നും ഇല്ല എന്ന് പറയുവാണ്. അപ്പോൾ വർഷ പറയും ഇനി നിങ്ങൾ എങ്ങനെ കഴിക്കും, ഞാൻ ഓർഡർ ചെയ്ത് തരട്ടെ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും വേണ്ട വർഷേ, ചമ്മന്തി ഇരിക്കുന്നുണ്ട് ഞാൻ അത് കൂട്ടി കഴിച്ചോളാം എന്നൊക്കെ രേവതി പറയുവാണേ. രേവതി സച്ചിയെ സന്തോഷിപ്പിക്കാൻ നല്ലതുപോലെ ഭക്ഷണം കൊടുക്കുവാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി സച്ചി അങ്ങനെ കഴിക്കണ്ടെന്നോർത്ത് മനഃപൂർവ്വം തീർത്തതാണ്. രേവതിക്കത് നല്ല സങ്കടമാവുന്നുണ്ട്. കുറേ നേരം കാത്തിരുന്നിട്ടും സച്ചിയെ കാണുന്നില്ലേ, ഇനിയും അന്നത്തെ പോലെ മദ്യപിച്ച് വരുമോ എന്നോർത്ത് രേവതി വിഷമിച്ചിരിക്കുവാണ്. അങ്ങനെ കുറേ നേരം കഴിയുമ്പോഴേക്കും സച്ചി വരുവാണ്. കയ്യിലൊരു പൊതിയുണ്ട്. രേവതിയെ കാണുമ്പോഴേക്കും പൊതി എളുപ്പം ബാക്കിലോട്ട് പിടിക്കുവാണ്. എന്നിട്ട് രേവതിയുടെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര റൂം തുറന്ന് വരുവാണ്. ചന്ദ്രയുടെ മനസ്സിൽ സച്ചി ഇന്നലത്തെ പോലെ കുടിച്ചു വന്ന് രേവതിയോട് വഴക്കുണ്ടാക്കും, അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെയാണ് മനസ്സിൽ. അപ്പോൾ സച്ചിയാണെങ്കിലോ കയ്യിലുള്ള പൊതി രേവതിക്ക് നേരെ നീട്ടുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയേട്ട ഇത് അലുവയാ, ഇന്ന പിടിക്കുമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും അലുവയോ, എന്തിന്, എന്നോട് ദേഷ്യമായിരുന്നില്ലേ സച്ചിയേട്ടൻ എന്ന് പറയുമ്പോഴേക്കും ദേഷ്യമായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല, നീ ഇത് പിടിക്കും, നിനക്ക് ഇഷ്ടമാണല്ലോ അലുവ, അതുകൊണ്ട് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാന്ന് പറഞ്ഞ് രേവതിക്ക് കൊടുക്കുവാണേ. അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സച്ചിയേട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും എന്ത് പറ്റാൻ, നീ നിൻ്റെ അനിയൻ്റെ ബർത്ത്ഡേക്ക് പോയി, അതിൽ ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്, ഞാൻ ചെയ്ത തെറ്റെനിക്ക് മനസ്സിലായി രേവതി, എൻ്റെ ദേഷ്യമൊക്കെ മാറിയെന്ന് സച്ചി പറയുവാണേ. ചന്ദ്ര ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. ഇത്ര പെട്ടെന്ന് ഇവൻ്റെ ദേഷ്യമൊക്കെ മാറിയോ? സച്ചി വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുവാണ്. എനിക്കും നിൻ്റെ അനിയനോട് ദേഷ്യമൊന്നുമില്ല, എൻ്റെ പുറകിൽ സച്ചിയേട്ടാന്ന് വിളിച്ച് നടന്നവനാ, അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല, ആ ആൻ്റണിയായിട്ട് ചേർന്ന് അവൻ ചെയ്യാത്ത പണികൾ, എനിക്കത് കാണുമ്പോൾ ദേഷ്യം വരും രേവതി. ഇപ്പോൾ വെള്ളത്തിൽ ഒരു തുള്ളി വിഷം കലർന്നാലും അത് വിഷം തന്നെയല്ലേ, വെള്ളം മൊത്തം വിഷമായി മാറും. അതുപോലെയാണ് നിൻ്റെ അനിയൻ്റെ കാര്യം, അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല, അവൻ്റെ ഭാവി എന്താവും എന്നൊക്കെ ഓർത്ത് എനിക്ക് നല്ല പേടിയുണ്ട്. ആ ദേഷ്യം മാത്രമേ ഉള്ളൂ എനിക്ക്, എന്തൊക്കെയായാലും ഇത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നമാണ്, അതിൻ്റെ ഇടയിൽ ഞാൻ നിന്നെ വലിച്ചിടാൻ പാടില്ലായിരുന്നു രേവതി എന്നൊക്കെ സച്ചി പറയുവാണേ. ചേച്ചിയുടെ അനിയൻ്റെയും ഇടയിലുള്ള സ്നേഹം കളയാൻ ഞാനാരാ, ഇനി ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല രേവതി, അവനോട് മിണ്ടണ്ടെന്നോ ഒന്നും പറയത്തില്ല, ഇന്നത്തോടെ ഞാൻ ആ ചെയ്ത തെറ്റെനിക്ക് മനസ്സിലായി എന്നൊക്കെ സച്ചി പറയുവാണ്. രേവതി ഇങ്ങനെ കരയുവാണ്. കാരണം സച്ചി തന്നെ മനസ്സിലാക്കിയല്ലോ. സച്ചിയുടെ കൈ പിടിച്ച് രേവതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു സച്ചിയേട്ടൻ എന്നെ മനസ്സിലാക്കുമെന്ന്. ശരത്ത് തെറ്റായ വഴിയിലും നല്ല പോകുന്ന സച്ചിയേട്ടാ, ആൻ്റണിയുടെ കൂടി അവൻ ചീത്താവത്തില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ചീത്തായില്ലെങ്കിൽ അവന് കൊള്ളാം, അല്ലെങ്കിൽ അവൻ്റെ ഭാവി എന്താവും രേവതി. ശരി അതൊക്കെ വിടുമെന്ന് സച്ചി പറയുവാണേ. എനിക്ക് വിശന്നിട്ടും പാടില്ല, കഴിക്കാനെടുക്കുമെന്ന് പറഞ്ഞ് സച്ചി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോകുമ്പോഴേക്കും ശ്രീകാന്ത് വരുവാണേ. സച്ചിയേട്ടൻ എത്തിയോ, സോറി സച്ചിയേട്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കും എന്തിനാടാ സോറി, അല്ല രേവതി ചേച്ചി ഇന്ന് അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ സച്ചി ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. ചിക്കൻ കറിയോ, പക്ഷെ ടേസ്റ്റ് കാരണം ഞങ്ങൾ എല്ലാവരും കൂടി അത് ഫുള്ളും കഴിച്ചു തീർത്തു എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ചോദിക്കും ഫുള്ളും കഴിച്ചു തീർത്തോ, അതെങ്ങനെയാടാ ഫുള്ളും, ഒരു കഷ്ണം പോലും എനിക്ക് വെച്ചില്ലേ. ഇല്ല സച്ചിയേട്ടാ അത്രയും ടേസ്റ്റായിരുന്നു, ഞങ്ങൾ കഴിച്ചു തീർത്തതൊന്നും അറിഞ്ഞില്ല, എനിക്കും വർഷയ്ക്കും ഇടയിൽ ഞങ്ങൾ തല്ലി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നു, പുറത്തു പോയി ഭക്ഷണം കഴിച്ച് ആ വഴക്ക് തീർക്കാന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ രേവതി ചേച്ചി ഈ അടിപൊളി ചിക്കൻ കറി വെച്ചിട്ട് ഞങ്ങളുടെ ഇടയിലുള്ള വഴക്ക് തീർത്തു എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയും എന്നാലും
ഒരു കഷ്ണം പോലും എനിക്ക് വെച്ചില്ലടാ പാബി എന്നൊക്കെ ചോദിക്കുമ്പോഴും രേവതി പറയുന്നുണ്ട് സച്ചേട്ടൻ വിഷമിക്കണ്ട അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് രേവതി അടുക്കളയിൽ ഒരു കഷ്ണം ചിക്കനും ഇത്തിരി ചാറും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ സച്ചിന് വേണ്ടിയിട്ട്, അതും കൊണ്ട് വരുവാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അല്ല രേവതി ചേച്ചി ഞങ്ങൾ ഫുള്ളും കഴിച്ച് തീർത്തതല്ലേ പിന്നെ ഇതെവിടെ നിന്നാന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും നിങ്ങൾക്ക് കൊണ്ടുവന്ന് വെക്കുന്നതിന് മുമ്പ് സച്ചേട്ടന് വേണ്ടി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാ ഇതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും ഓ ശരി ശരി എന്തൊരു സ്നേഹമാണ് സച്ചേട്ടനോട്, സച്ചേട്ടൻ ശരിക്കും ഭാഗ്യം ചെയ്തവനാ, കഴിക്ക് സച്ചേട്ടാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോവാണേ. അപ്പോൾ സച്ചി പറയും രേവതി നീ ഇവിടെ ഇരിക്ക് ഇരുന്ന് ഈ അലുവയൊക്കെ തിന്നെന്ന് പറഞ്ഞ് രേവതിയും തീറ്റിപ്പിക്കുവാണേ സച്ചി. ചിക്കൻ കറി കഴിച്ചിട്ട് സച്ചി പറയുന്നുണ്ട് എന്താ ടേസ്റ്റ്, അല്ല രേവതി നമ്മൾ എന്തിനാ തല്ല് പിടിച്ചെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയും സച്ചിയേട്ടൻ കഴിക്ക് നമ്മൾ അതിനെപ്പോൾ തല്ല് പിടിച്ചു എന്നൊക്കെ ചോദിക്കുവാണ് രേവതി. എന്നിട്ട് രണ്ടുപേരും പരസ്പരം അലുവയൊക്കെ കഴിക്കുന്നുണ്ട്, നല്ല സന്തോഷത്തിലിരിക്കുവാണ്. ഇതൊന്നും കണ്ട് ചന്ദ്രക്ക് പിടിക്കുന്നില്ല. രേവതി നോക്കുമ്പോഴേക്കും ചന്ദ്ര അവിടെ ഇങ്ങനെ ദേഷ്യത്തിൽ ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. രേവതി എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ അലുവയും കൊണ്ട് നേരെ ചന്ദ്രയുടെ അടുത്തോട്ട് പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട് എടുക്കമ്മയെന്ന് പറയും. അപ്പോൾ ചന്ദ്ര ചോദിക്കും എന്തിന്, അല്ല അമ്മയല്ലേ നേരത്തെ പറഞ്ഞത് മധുരം കഴിക്കാൻ തോന്നുന്നു എന്ന്, ഇന്ന് എടുത്തോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവാണ്. രേവതി ഇങ്ങനെ കലിപ്പിച്ച് നോക്കിയിട്ട് മുറിയിലോട്ട് പോവാണ്. ഏതായാലും സച്ചിയും രേവതിയും അടുത്തിരിക്കുവാണ്. ഈ വഴക്കിന് ശേഷം ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.